ശിവനാട് രാജശേഖരൻ്റെ മരണം അപ്രതീക്ഷിതമായിരുന്നു. കുറച്ച് ദിവസമായിട്ട് അസുഖമായിരുന്നുവെന്ന് തോന്നുന്നു അല്ലേ ലിബി? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ശൂരനാട് കുറച്ച് കാലമായി രോഗബാധിതനായിരുന്നു, അർബുദ ബാധിതനായിരുന്നു. അതേ തുടർന്ന് ചികിത്സയിലുമായിരുന്നു. അന്ത്യം സംഭവിച്ചത് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ്. ഇന്ന് പുലർച്ചെ 4:30യോടെയാണ് അന്ത്യം സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം പൊതുദർശനം വേണ്ട എന്നും അതുപോലെ തന്നെ മൃതദേഹം മോർച്ചറിയിൽ വയ്ക്കരുത് എന്നും ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ കൊല്ലത്തെ വീട്ടുവളപ്പിൽ സംസ്കാരം വൈകിട്ട് നടത്തും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഒടുവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുള്ളത്. ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ചരിത്രത്തിലേക്ക് കെ കരുണാകരൻ്റെ വളരെ വിശ്വസ്തനായ കൊല്ലത്തെ ലീഡർ അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു, നിയമസഭയിലേക്ക് മത്സരിച്ചു, വിജയിക്കാനായില്ല എങ്കിലും അദ്ദേഹം ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു നീണ്ട ചരിത്രം അടയാളപ്പെടുത്തി തന്നെയാണ് കടന്നു പോകുന്നത്. പിന്നീട് രമേശ് ചെന്നിത്തലയായും വലിയ അടുപ്പമായിരുന്നു. ഏറ്റവും ഒടുവിൽ കെ സി വേണുഗോപാലുമായി നല്ല ബന്ധം സൂക്ഷിക്കുകയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം മാധ്യമ പ്രവർത്തകനുമായിരുന്നു. വീക്ഷണത്തിൻ്റെ ബ്യൂറോ ചീഫായിരുന്നു ആദ്യം, ഇപ്പോൾ വീക്ഷണത്തിൻ്റെ മാനേജിംഗ് എഡിറ്ററുമാണ്. കൊല്ലം പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റായിരുന്ന കാലത്തും അദ്ദേഹം മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിലും അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ശൂരനാടിൻ്റെ വിയോഗം കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്നത് തന്നെയാണ്.